അപ്പോഴേ ഈ പുരികൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. അപ്പം ഞാനിപ്പോൾ വേറൊരു സാധനം വെച്ചിട്ടാണ് പുരിക എഴുതുന്നത്. അപ്പം ഞാൻ മക്കൾക്കും കൂടെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് വർക്കൗട്ട് ആവില്ല എന്നുള്ളതൊക്കെ അറിയില്ല. നമ്മുടെ മാർക്കർ പെന്ന് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അത് മാർക്കർ പെന്ന് പോലെ തന്നെ ആവോ എന്നുള്ളത് കൺഫ്യൂഷനും ഉണ്ട്. എങ്കിലും നോക്കട്ടെ. നമ്മുടെ സംഭവം ഇതാണ് കേട്ടോ. ഇത് 4 ടിപ്പ് പോലെ അങ്ങനെ ചിന്ന ടിപ്പ് പോലെ അങ്ങനെ വരും കേട്ടോ. പെന്ന് തന്നെ, പക്ഷെ പെന്നിന് 4 ഈ എഴുതുന്ന ലിബ് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് കേട്ടോ. അയ്യോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് മാർക്കർ പെന്ന് തന്നെയാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഈ നമ്മളെ പുരികത്തിൻ്റെ സ്റ്റാർട്ടിങ് ഫില്ല് ചെയ്യാതുകൊണ്ട് അങ്ങനെ പറ്റൂല. പക്ഷെ എഡ്ജൊക്കെ അല്ലേ, അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ചെയ്താൽ അത് ഞാൻ വീട്ടിൽ പോയി എഴുതി വയ്ക്കപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായത്. ഞാനിവിടെ ഷോപ്പിലിരുന്ന് എഴുതിയപ്പോൾ വൃത്തിയോടെ തനി നമ്മളെ മാർക്കർ കൊണ്ട് വരച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ മായുന്നൊന്നുമില്ല, വെള്ളം തട്ടിയാലൊന്നും അങ്ങനെ കൂടെ മായണില്ല. പക്ഷെ എന്നാലും അടിപൊളിയാണ്, നല്ല കട്ടിയായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ജസ്റ്റ് ഒന്ന് വേണ്ടവർ നോക്കി